വിശ്വപോരാട്ടത്തിന്റെ കളിക്കളത്തിൽ പറങ്കിപ്പടയുടെ പടയോട്ടം കാത്തിരുന്ന ആരാധകരെ നെട്ടിച്ചുകൊണ്ട് പോർച്ചുഗൽ DR കോങ്കോ ആദ്യ അംഗം സമനിലയിൽ കലാശിച്ചിരിക്കുന്നു. മൈതാനമധ്യത്ത് ആധിപത്യം പുലർത്തിക്കൊണ്ട് വിസ്മയങ്ങൾ തീർക്കാനിറങ്ങിയ പോർച്ചുഗലിനെ ആഫ്രിക്കൻ കരുത്തിന്റെ പ്രത്യാക്രമണ വീര്യവും വന്യമായ വേഗതയും സമന്വയിപ്പിച്ച് കോങ്കോ പിടിച്ചുകെട്ടിയിരിക്കുന്നു. ജാവോ നെവസിന്റെയും യോനോ വിസയുടെയും ഗോളുകളിൽ ഇരുകൂട്ടരും തുല്യത പാലിക്കുമ്പോൾ റോബർട്ടോ മാർട്ടിനസിനും സംഘവും തങ്ങളുടെ തന്ത്രങ്ങളിൽ പലതും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ ക്ലാസ് തെളിയിക്കുമെന്ന് കരുതിയ ആരാധകർക്ക് തെറ്റി. പറങ്കിപ്പടയുടെ മുന്നേറ്റങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ പെഡ്രോ നെറ്റോയും വിറ്റീഞ്ഞയും ജാവോ നെവസും അടങ്ങുന്ന യുവനിര സജ്ജമായപ്പോൾ മധ്യനിരയുടെ കടിഞ്ഞാൻ ബെർണാഡോ സിൽവയുടെയും ബ്രൂണോ ഫെർണാണ്ടസിന്റെയും കൈകളിലായിരുന്നു. പ്രതിരോധത്തിൽ ന്യൂനോ മെൻഡിസ് കോട്ട കെട്ടിയും ആക്രമണത്തിന്റെ അഗ്രഭാഗത്ത് പട നയിക്കാൻ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും. 4-2-3-1 എന്ന ഫോർമേഷനിലാണ് പോർച്ചുഗൽ അണിനിരുന്നത്. മറുഭാഗത്ത് 56 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിന്റെ വലിയ വേദിയിലേക്ക് തിരിച്ചെത്തിയ DR കോങ്കോ പ്രതിരോധത്തിന് മുൻഗണന നൽകി 5-3-2 എന്ന ഫോർമേഷനിലാണ് ബൂട്ട് കെട്ടിയത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ കടന്നാക്രമണത്തിന് മുതിരാതെ ചെറിയ പാസുകളിലൂടെ കളി നിയന്ത്രിക്കാനാണ് പറങ്കിപ്പട ശ്രമിച്ചിരുന്നത്. മൈതാനത്തിന്റെ മധ്യഭാഗത്ത് പന്ത് ഹോൾഡ് ചെയ്ത് കൃത്യമായി അവസരത്തിനായി അവർ കാത്തിരുന്നു. ഈ തന്ത്രം 6-ാം മിനിറ്റിൽ തന്നെ ഫലം കാണുകയും ചെയ്തു. വലത് വിങ്ങിലൂടെ പന്തുമായി കുതിച്ച പെഡ്രോ നെറ്റോ ബോക്സിലേക്ക് അളന്നു മുറിച്ച ഒരു ക്രോസ് നൽകി. കോങ്കോ പ്രതിരോധ താരങ്ങളെ കാഴ്ചക്കാരാക്കി വായുവിലുയർന്ന ജാവോ നെവസ് ഒരു തകർപ്പൻ ഹെഡിലൂടെ പന്തിനെ വലയിലെത്തിച്ചപ്പോൾ പറങ്കിപ്പട മത്സരത്തിൽ ആദ്യ ലീഡ് നേടുകയാണ്. തുടക്കം തന്നെ ലീഡ് നേടിയതോടെ പോർച്ചുഗൽ ആരാധകർ ആവേശത്തിലായി. സ്റ്റേഡിയത്തിൽ അവർ ആഹ്ലാദിക്കുകയായിരുന്നു. വെറും 5 മിനിറ്റുകൾക്ക് ശേഷം 11-ാം മിനിറ്റിൽ കോങ്കോയുടെ യോനോ വിസെ പോർച്ചുഗൽ ബോക്സിനെ ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട പായിച്ചു. അത് നേരിയ വ്യത്യാസത്തിൽ പോസ്റ്റിന് പുറത്തേക്ക് പോയപ്പോൾ പോർച്ചുഗൽ ആരാധകർ ദീർഘശ്വാസം വിട്ടു. തൊട്ടു പിന്നാലെ 13-ാം മിനിറ്റിൽ ബെക്കാംപൂവിന്റെ വക മറ്റൊരു അപകടകരമായ മുന്നേറ്റവും കൂടെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇത്തവണ പോർച്ചുഗലിന്റെ പ്രതിരോധ നിര കൃത്യസമയത്ത് നേരിട്ട് ഇടപെട്ട് ആ അപകടം ഒഴിവാക്കുകയായിരുന്നു. തുടക്കം മുതൽ പോർച്ചുഗൽ ടീമിന്റെ താളം കണ്ടെത്താൻ അവരുടെ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ പാടുപെടുന്ന കാഴ്ചയാണ് ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ സാധിച്ചത്. കോങ്കോയുടെ പ്രതിരോധ നിര റൊണാൾഡോയെ കൃത്യമായി മാർക്ക് ചെയ്ത് അദ്ദേഹത്തിലേക്ക് പന്തെത്തിക്കാനുള്ള എല്ലാ വഴികളും അടച്ചു കളഞ്ഞു. 18-ാം മിനിറ്റിൽ മധ്യനിര താരം ബ്രൂണോ ഫെർണാണ്ടസ് ഒരു ഗോൾ ശ്രമം നടത്തിയെങ്കിലും അതിന് കൃത്യത കുറവായിരുന്നു. ആക്രമണത്തിലേക്ക് കൂടുതൽ താരങ്ങളെ വിന്യസിക്കാൻ പോർച്ചുഗൽ മടിക്കുന്നത് പോലെ മത്സരത്തിലുടനീളം തോന്നിപ്പിച്ചു. ഈ മത്സരത്തിൽ വിങ്ങുകളിലൂടെയുള്ള മുന്നേറ്റങ്ങൾക്കാണ് പോർച്ചുഗൽ കൂടുതൽ മുൻഗണന നൽകിയത്. എന്നാൽ ബോക്സിനുള്ളിൽ റൊണാൾഡോയിലേക്ക് പന്തെത്തിക്കാൻ മധ്യനിരക്ക് സാധിച്ചതേയില്ല. കളി 30 മിനിറ്റ് പിന്നിടുമ്പോഴും പോർച്ചുഗലിന് കളിയിൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചിരുന്നില്ല. 32-ാം മിനിറ്റിൽ അനുകൂലമായി ലഭിച്ച ആ ഫ്രീ കിക്ക് പോലും മുതലെടുക്കാൻ അവർക്ക് സാധിച്ചില്ലായിരുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ കോങ്കോയുടെ എൻഡോ കയംബയുടെ ആ അപകടകരമായ ഷോട്ട് പോർച്ചുഗൽ ഗോൾ കീപ്പർ സമർത്ഥനായി തടഞ്ഞിട്ടു. ആദ്യ പകുതിയിൽ കോങ്കോക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് ഇന്ത്യൻ വംശജനായ സാമുവൽ മുത്തുസോമയായിരുന്നു. പോർച്ചുഗലിന്റെ വമ്പൻ താരങ്ങളെ മധ്യനിരയിൽ അടച്ചിടുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. ഫസ്റ്റ് ടൈം ഷോട്ടുകൾ ഉതിർക്കാൻ പോർച്ചുഗൽ താരങ്ങൾക്ക് കഴിയാതെ പോയത് അവരുടെ ആക്രമണങ്ങളുടെ മൂർച്ച കുറക്കുകയായിരുന്നു. 37-ാം മിനിറ്റിൽ ന്യൂനോ മെൻഡസിന് ലഭിച്ച ആ സുവർണാവസരവും പാഴാക്കിപ്പോയി. മത്സരത്തിന്റെ ആദ്യ 40 മിനിറ്റുകളിൽ 600ഓളം പാസുകൾ കൈമാറി പന്തടക്കത്തിൽ പോർച്ചുഗൽ 80% മുന്നിട്ട് നിന്നെങ്കിലും ലക്ഷ്യത്തിലേക്ക് ഷോട്ടുകൾ ഉതിർക്കാൻ അവർ പരാജയപ്പെട്ടു. അവരുടെ ആ പതിവ് ആക്രമണ ശൈലിയിൽ നിന്നുള്ള മാറ്റം ആരാധകരെ നിരാശരാക്കി. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ 3-ാം മിനിറ്റിൽ മുത്തുസോമയുടെ ഒരു ഇടംകാലൻ ഷോട്ട് പോർച്ചുഗൽ പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ച് പുറത്തേക്ക് പോയി. അത് കോങ്കോക്ക് അനുകൂലമായി ഒരു കോർണർ സമ്മാനിക്കുകയായിരുന്നു. ആ കോർണറാണ് മത്സരത്തിന്റെ ഗതി മാറ്റിയത്. കോർണർ കിക്കിൽ നിന്ന് ഉയർന്നു വന്ന പന്തിനെ അതിമനോഹരമായി ഒരു ഹെഡറിലൂടെ യോനോ വിസ പോർച്ചുഗലിന്റെ ഗോൾ പോസ്റ്റിലേക്ക് പന്ത് പായിച്ചു. പോർച്ചുഗൽ ഡിഫൻഡർമാർക്ക് ഒന്നും ചെയ്യാനായില്ലായിരുന്നു. ലോകകപ്പിന്റെ ചരിത്രത്തിൽ കോങ്കോ നേടുന്ന ആദ്യ ഗോളെന്ന സുവർണലിപികളാൽ എഴുതപ്പെട്ട നിമിഷമായിരുന്നു ഇത്. എന്നാൽ ആദ്യ പകുതിക്ക് ശേഷം റഫറി വിസിൽ മുഴക്കുമ്പോൾ ഇരു ടീമുകളും 1-1 എന്ന നിലയിൽ തുല്യത പാലിക്കുകയായിരുന്നു. പന്തടക്കത്തിൽ പോർച്ചുഗൽ മുന്നിലായിരുന്നുവെങ്കിലും
2 ഗോൾ ശ്രമങ്ങളുമായി കോങ്കെ അപകടം വിധിച്ചു. രണ്ടാം പകുതിയിൽ കളി മാറ്റാൻ ഉറപ്പിച്ചാണ് മാർട്ടിനസ് തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. നിഷ്പക്ഷനായ ബെർണാർഡോ സിൽവയെ പിൻവലിച്ചുകൊണ്ട് പോർച്ചുഗൽ രണ്ടാം പകുതി കളി ആരംഭിച്ചു. 47-ാം മിനിറ്റിൽ നെറ്റോയുടെ ഒരു മനോഹരമായ ക്രോസ് ബോക്സിലേക്ക് എത്തിയെങ്കിലും അത് ഗോളാക്കി മാറ്റാൻ പോർച്ചുഗൽ മുന്നേറ്റ നിരക്ക് സാധിച്ചില്ലായിരുന്നു. എന്നാൽ 49-ാം മിനിറ്റിൽ കോങ്കോ വീണ്ടും ഒരു പ്രത്യാക്രമണം നടത്തി. ബെക്കാംബു തൊടുത്തുവിട്ട ആ ഷോട്ട് പോർച്ചുഗൽ ഗോളി കഷ്ടപ്പെട്ട് തടുത്തെങ്കിലും തൊട്ടുപിന്നാലെ റഫറിയുടെ ഓഫ്സൈഡ് വിസിൽ മുഴങ്ങി. ആദ്യ പകുതിയിലെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ മോശം ഫോം പോർച്ചുഗലിനെ വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു. 52-ാം മിനിറ്റിൽ ലഭിച്ച ആ കോർണറിൽ നിന്ന് ബ്രൂണോ നൽകിയ പന്ത് റൊണാൾഡോയുടെ കാലുകളിലേക്ക് എത്തിയെങ്കിലും പന്ത് നിയന്ത്രിക്കുന്നതിൽ റൊണാൾഡോക്ക് പിഴവ് പറ്റി. 54-ാം മിനിറ്റിൽ പോർച്ചുഗൽ ആരാധകർ ഒന്നിച്ചാർത്തു വിളിച്ച ആ നിമിഷം കടന്നു വന്നു. ജാവോ കാൻസലോയുടെ മനോഹരമായ ഒരു ബൈസിക്കിൾ കിക്ക് കോങ്കോയുടെ വല കുലുക്കിയിരുന്നു. എന്നാൽ ആരാധകരുടെ ആവേശം തല്ലിക്കെടുത്തിക്കൊണ്ട് റഫറി അത് ഓഫ്സൈഡ് വിളിച്ചു. ആ അതിമനോഹരമായ ഗോൾ വിഫലമായത് പോർച്ചുഗലിന് വലിയ തിരിച്ചടിയായി. എങ്കിലും ഈ മുന്നേറ്റത്തോടെ ബ്രൂണോ ഫോമിലേക്ക് ഉയർന്നത് പോർച്ചുഗലിന്റെ കളിക്ക് വേഗത കൂട്ടി. 56-ാം മിനിറ്റിൽ കോങ്കോയുടെ ബെക്കാംബു തൊടുത്ത ആ ഇടിമിന്നൽ ഷോട്ട് പോർച്ചുഗലിന്റെ ഗോൾ പോസ്റ്റിൽ ഇടിച്ചു തെറിച്ചു. 57-ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കളിയിലെ ഏറ്റവും മികച്ച ഒരവസരം ലഭിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ഷോട്ട് ലക്ഷ്യം കാണാതെ പോസ്റ്റിന്റെ പുറത്തേക്ക് പാഞ്ഞു പോവുകയായിരുന്നു. അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നിരാശയും പ്രകടമായിരുന്നു. 73-ാം മിനിറ്റിലും റൊണാൾഡോക്ക് വീണ്ടും പിഴച്ചു. പോസ്റ്റിന്റെ തൊട്ടു മുന്നിൽ വെച്ച് ലഭിച്ച ആ പന്ത് വലയിലേക്ക് തിരിച്ചുവിടാൻ റൊണാൾഡോ ശ്രമിച്ചെങ്കിലും അത് വീണ്ടും പുറത്തേക്ക് പോയി. കോങ്കോയുടെ പ്രതിരോധ നിര റൊണാൾഡോക്ക് മുമ്പിൽ ഒരിഞ്ച് പോലും സ്ഥലം അനുവദിക്കാതെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. 77-ാം മിനിറ്റിൽ കോങ്കോയുടെ മറ്റൊരു കൗണ്ടർ അറ്റാക്ക് കൂടെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇത്തവണ ബക്കാംബുവിന്റെ ഷോട്ട് ക്രോസ് ബാറിന് മുകളിലൂടെ പറക്കുകയായിരുന്നു. മത്സരം അവസാന 10 മിനിറ്റിലേക്ക് കടന്നതോടെ ഇരു ടീമുകളും ഗോൾ നേടാനായി ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ലായിരുന്നു. 87-ാം മിനിറ്റിൽ ജാവോ കാൻസലോ ഇടത് വിങ്ങിൽ നിന്ന് ബോക്സിലേക്ക് അപകടകരമായ രീതിയിൽ പന്ത് ക്രോസ് ചെയ്തെങ്കിലും കോങ്കോ ഗോൾ കീപ്പർ അത് കൈപ്പിടിയിലൊതുക്കി. 89-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് ബോക്സിന് പുറത്ത് വെച്ച് ആ എടുത്ത ഷോട്ട് പോസ്റ്റിന് തൊട്ടുമുകളിലൂടെ പറന്നുപോയി. ഒടുവിൽ റെഗുലർ ടൈമും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിലേക്ക് കളി നീങ്ങിയിട്ടും ഇരു ടീമുകളുടെയും പ്രതിരോധ കോട്ടകൾ തകർക്കാൻ ആർക്കും സാധിച്ചില്ലായിരുന്നു. ഒടുവിൽ മത്സരത്തിന്റെ അന്തിമ വിസിൽ മുഴങ്ങുമ്പോൾ പോർച്ചുഗൽ 1 കോങ്കോ 1. ലോകകപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ആദ്യ പോയിന്റ് നേടി കോങ്കോ ചരിത്രം എഴുതിയപ്പോൾ വമ്പന്മാരായ പോർച്ചുഗലിന് ഇത് വലിയൊരു തിരിച്ചടിയായി മാറി. പറങ്കിപ്പടയുടെ അടുത്ത മത്സരങ്ങളിൽ ശക്തമായ തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ ആരാധകർ. എന്നിരുന്നാലും കാത്തിരുന്നു കാണാം.